ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചരിത്രത്തിൽ അപൂർവം സംഭവിക്കാറുള്ള ഒരു സിംഗിൾ ഡേ ഗെയിൻ അത് നേടിയ ആഴ്ചയാണ് കടന്നുപോയത്. 900 പോയിന്റിന്റെ ഒരു ചേഞ്ച് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായ ആ ഒരു റാലി അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു ടേൺ അറൗണ്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പുള്ള ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിൽ മെയ് 9-ാം തീയതി 24,008 എന്ന ലെവലിൽ ഉണ്ടായിരുന്ന നിഫ്റ്റി മെയ് 12-ാം തീയതി അത് ഈ ആഴ്ചയുടെ ആദ്യത്തെ ട്രേഡിംഗ് സെഷനിൽ 24,924 എന്ന ലെവലിലേക്ക്, അവിടെയാണ് 900 പോയിന്റിന്റെ ഒരു വമ്പിച്ച റാലി നടന്നത്. അടുത്ത രണ്ട് ദിവസത്തെ ട്രേഡിംഗ് സെഷൻ ശേഷം അത് 25,000 എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ചയുടെ ആ മൊമെൻറ്റം നിഫ്റ്റി നിലനിർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിഫ്റ്റി 50 നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച യഥാർത്ഥത്തിൽ 4.21% ഒരു അപ്സൈഡ് മൂവാണ് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് 1011 പോയിന്റിന്റെ ഒരു നേട്ടമാണ് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് നിഫ്റ്റിയുടെ വളറ്റിലിറ്റി അത് വലിയ തോതിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. 23.49 ഉണ്ടായിരുന്ന ഇന്ത്യ വിക്സ് നമ്മളിപ്പോൾ കാണുന്നത് 16.55 എന്നുള്ള ലെവലിലാണ് വീക്ക്ലി ബേസിസിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നിഫ്റ്റി ഏറ്റവും വലിയ ലോ ക്രിയേറ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു. 21,743 എന്നുള്ള ഒരു ലോയിൽ നിന്നാണ് നിഫ്റ്റി ഇപ്പോൾ നമ്മൾ കാണുന്ന 25,000 മുകളിലെ ലെവലിലെത്തുന്നത്. അതായത് അത് ഏകദേശം 3,200 പോയിന്റിൻ്റെ ഒരു റാലിയാണ്. വെറും 6 ആഴ്ച കൊണ്ടാണ് 3,200 പോയിന്റിൻ്റെ ഒരു വമ്പിച്ച ഒരു ജമ്പ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 26,000 മുകളിലുള്ള പ്രീവിയസ് ഹൈ എത്താൻ ഇനി വെറും ഒരു 1000 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 6 ആഴ്ച കൊണ്ട് 3,000 പോയിന്റ് പോകാൻ കഴിയുമെങ്കിൽ നിഫ്റ്റി അതിൻ്റെ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യാൻ എത്ര ആഴ്ച വേണ്ടി വരും? തീർച്ചയായിട്ടും അവിടെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ എന്തും സംഭവിക്കാം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 24,000 മുകളിലേക്ക് വന്ന നിഫ്റ്റി അതിൻ്റെ റീട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ പുൾ ബാക്ക് റാലികളോ ചെറിയ തോതിലുള്ള അപ്പ് ആൻഡ് ഡൗൺസോ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇനിയുള്ള പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു യാത്രയായിരിക്കണമെന്നില്ല. ഇപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് ലെവൽ വെച്ച് നമ്മൾ ടെക്നിക്കലായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ 25,175 അതുപോലെ 25,350 ഈ 2 ലെവലുകൾ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ട് അടുത്ത ആഴ്ച നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുപോലെ സപ്പോർട്ട് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 24,800 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. അതിന് താഴെ 24,630 എന്ന ലെവലും തീർച്ചയായിട്ടും ഒരു ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ലെവലുകളാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു RSI മൊമെൻറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പ്രൈസിനെതിരെയുള്ള ഒരു ഡൈവേർജൻസ് അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് RSI ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ MACD സൂചിപ്പിക്കുന്നത് ഒരു ബുള്ളിഷ് സിഗ്നലാണ്. അപ്പോൾ മൊത്തത്തിൽ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ ദ മാർക്കറ്റ് ഒരു ഫേം അപ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ നമുക്കറിയാം ഗ്ലോബൽ ക്യൂസ് ഏത് സമയവും മാറി മറിയാം. ഡൊമസ്റ്റിക് ക്യൂസ് വളരെ സ്ട്രോങ് ആണെങ്കിലും ഗ്ലോബൽ ക്യൂസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നിഫ്റ്റിയിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. നിലവിലുള്ള പ്രോഫിറ്റുകൾ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലെയുള്ള ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഗ്ലോബലായിട്ടുള്ള എല്ലാം ഡൊമസ്റ്റിക് ആയിട്ടുള്ള മേജർ ഇവൻറ്റുകൾ ഒന്നും ഇല്ല എങ്കിലും ഇപ്പോൾ മൊത്തത്തിൽ ഇനി കോൺസെൻട്രേഷൻ വരാൻ സാധ്യതയുള്ളത് കോർപ്പറേറ്റ് കമ്പനികളുടെ Q4 ഏർണിങ്സ് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സീരീസാണ്. കാരണം വലിയൊരു വെല്ലുവിളിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഏകദേശം സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ US-ഉം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ടോക്സ് ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് ഡീല് അതൊരു പ്രധാനപ്പെട്ട ഒരു ട്രിഗർ പോയിന്റായിട്ട് ഓൾറെഡി അതിനെ മാർക്കറ്റ് പ്രൈസിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഇവൻ്റ് നമ്മുടെ മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇനിയും കാണാൻ കഴിയുക. അപ്പോൾ ഇപ്പോഴത്തെ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ ആ ഒരു ഇൻഫ്ലോ ഇനിയും തുടരുക, അതാണ് നമ്മൾ കാര്യമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മെയ് മാസം പറഞ്ഞതിന് ശേഷം 23,752 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും അതേ എമൗണ്ട് ഏകദേശം 23,298 നെറ്റ് ബൈയിങ് അവരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ നമ്മളെ മാർക്കറ്റിൽ ബുള്ളിഷ് ആയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മെയ് മാസം ആകെ 2
ട്രേഡിംഗ് ഡേയിൽ മാത്രമാണ് അവർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും അവർ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ആ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സിൽ 2.77% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലുള്ള ട്രേഡിംഗ് സെഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം. ഇപ്പോൾ നിഫ്റ്റി 500 എന്ന് പറയുമ്പോൾ അവിടെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും അടങ്ങുന്ന ആ ഒരു ബ്രോഡ് മാർക്കറ്റാണ്. അപ്പോൾ അതിനെ ഔട്ട് പെർഫോം ചെയ്യുകയും അണ്ടർ പെർഫോം ചെയ്യുകയും ചെയ്ത സെക്ടറുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മുമ്പത്തെ ആഴ്ചകളിലൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് സെഗ്മെന്റിന് ഈ നിഫ്റ്റി 500 ബ്രോഡ് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ നിഫ്റ്റി FMCGക്കും ബ്രോഡ് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിഫ്റ്റി ഇന്ത്യ കൺസംഷൻ ഇൻഡെക്സിനും അതേപോലെ സാധിച്ചിട്ടില്ലെന്ന് കാണാൻ കഴിയും. എങ്കിലും കൺസംഷനും FMCGയും അവരുടെ മൊമെൻറ്റം ആരംഭിച്ച രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം അവർ അതിന് മുമ്പത്തെ ആഴ്ചകളിലൊക്കെ അണ്ടർ പെർഫോം ചെയ്ത ഒരു സെഗ്മെൻറ്റാണ്. എന്നാൽ ബാങ്കിങ്ങും ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റും അങ്ങനെയല്ല, അവർ നല്ല പെർഫോം ചെയ്ത സെഗ്മെൻറ്റാണ്. അവിടെ ആ ഒരു മൊമെൻറ്റം കുറച്ച് വീക്കായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സെക്ടർ നമ്മൾ കാണാൻ കഴിയുന്നത് നിഫ്റ്റിയുടെ CPSE ഇൻഡെക്സ്, അതായത് സെൻട്രൽ പബ്ലിക് സർവീസ് എന്റർപ്രൈസസും അതുപോലെ സ്റ്റേറ്റ് സെൻട്രൽ മിക്സ്ഡ് ആയിട്ടുള്ള നിഫ്റ്റി PSE ഇൻഡെക്സും അത് രണ്ടും ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഓട്ടോ സെഗ്മെൻറ്റും ഫാർമയും ഈ നിഫ്റ്റി ബ്രോഡ് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി IT ഇൻഡെക്സും ബ്രോഡ് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. അതുപോലെ കമ്മോഡിറ്റീസ്, മെറ്റൽ, റിയൽറ്റി, എനർജി ഈ സെഗ്മെൻറ്റുകളൊക്കെ നിഫ്റ്റി ബ്രോഡ് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സെക്ടറുകളിലൊക്കെയുള്ള മൊമെൻറ്റം നെക്സ്റ്റ് വീക്കിലും തുടരാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണുന്നത്. എങ്കിലും അവിടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും വേണം. അപ്പോൾ അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഏർണിങ്സ്, അത് റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ പ്രധാനപ്പെട്ട ചില കമ്പനി നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടും അടുത്ത ആഴ്ചയാണ് വരുന്നത്. ONGC, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ITC, JSW സ്റ്റീൽ പോലെയുള്ള കമ്പനികളുടെയും ഏർണിങ്സ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത ആഴ്ചയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനികളുടെ റിസൾട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാർക്കറ്റ് പൊതുവെ ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും IPO ആക്ടിവിറ്റികൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. അത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. കാരണം 3 മെയിൻ ബോർഡ് IPOകൾ വരാൻ പോകുന്നതായിട്ട് നമുക്ക് IPO ലിസ്റ്റിംഗ് ബോർഡിൽ കാണാൻ കഴിയും. അതിലൊന്ന് ബെൽറൈസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ IPO ആണ്. ഇത് ഓട്ടോമോട്ടീവ്, ഷീറ്റ് മെറ്റൽ, അതുപോലെ കാസ്റ്റിംഗ് പാർട്സ്, പോളിമർ കമ്പോണൻസ്, സസ്പെൻഷൻ, മിറർ സിസ്റ്റം, അങ്ങനെ മൊത്തത്തിൽ 2 വീലർ, 3 വീലർ, 4 വീലർ, പാസഞ്ചർ കമേഴ്ഷ്യൽ വെഹിക്കിളുകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇവരുടെ IPO ഓപ്പൺ ആയിട്ടുള്ളത് മെയ് 21 മുതൽ മെയ് 23 വരെയാണ്. അതിൻ്റെ ഒരു ഇഷ്യൂ പ്രൈസ് ഏകദേശം 85-90 എന്നുള്ള ഷെയർ പ്രൈസിലാണ് വരാൻ പോകുന്നത്. 2150 കോടിയുടെ ഒരു IPO ആണ് ഈ ഒരു IPO. അതുപോലെ മറ്റൊരു കമ്പനിയുടെ IPO നമ്മൾ കാണുന്നത് ബൊറാന വീവ്സ് എന്ന് പറയുന്ന അൺബ്ലീച്ചഡ് സിന്തറ്റിക് ഗ്രേ ഫാബ്രിക് കമ്പനിയുടെ IPO ആണ്. ഇത് ഗുജറാത്തിലെ സൂറത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് വളരെ ചെറിയൊരു IPO സൈസാണ്. ഏകദേശം 144 കോടിയുടെ ഒരു IPO മാത്രമാണിത്. ഇത് ഇഷ്യൂ ഓപ്പൺ ചെയ്തത് മെയ് 20 മുതൽ മെയ് 22 വരെയാണ്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് 205 മുതൽ 216 എന്നുള്ള പ്രൈസ് ബാൻഡിലാണ് നമുക്ക് ഈ ഒരു IPO അപ്ലൈ ചെയ്യാൻ കഴിയുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്കമിങ് IPO അവർ ഇഷ്യൂ ഡേറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിലും അവർ ഓൾറെഡി അതിന് തയ്യാറായി നിൽക്കുകയാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അത് വരാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു IPO ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്കോലോസ് എന്ന കമ്പനിയുടെ IPO ആണ്. ആക്ച്വലി ഇത് ലീല ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഹോട്ടൽ ചെയിൻ ബ്രാൻഡ്, അതിൻ്റെ പാരൻറ്റ് കമ്പനിയാണ്. ഇപ്പോൾ ലക്ഷറി ഹോട്ടലുകൾ ഇന്ത്യയിലങ്ങോളമുള്ള ലീല ഗ്രൂപ്പിൻ്റെ ഈ ഒരു IPO വളരെ പ്രധാനപ്പെട്ട ഒരു IPO ആണ്. കാരണം ഇതിൻ്റെ ഇഷ്യൂ സൈസ് ഏകദേശം 5000 കോടിക്ക് അടുത്താണ്. അതിൽ 3000 കോടിയുടെ ഫ്രഷ് ഇഷ്യൂവും 2000 കോടിയുടെ ഓഫർ ഫോർ സെയിലുമായിട്ടുള്ള IPO ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇങ്ങോട്ട് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.